ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊരു സ്ഥലം വരെ പോകാൻ നിൽക്കണം. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു മേക്കപ്പ് ചെയ്താലോചിച്ചിട്ട് വന്നതാണ്. ഞങ്ങൾ രണ്ടാളും കിട്ടാം. ഞാനാണ് ചെയ്യാൻ വന്നത്. അപ്പോൾ ഇവിടെ അതിൻ്റെ ഇടയിൽ കയറി ഇരുന്നാൽ ഞാനും ഉണ്ട് കാണുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ലിപ്സ്റ്റിക്കൊക്കെ വാരി കിട്ടുന്നുണ്ട്. ചുണ്ടുമൊക്കെ ചോപ്പിച്ചിരിക്കുന്നത് എൻ്റെ കൂടെ. ഞാൻ പഴയ ഡ്രസ്സൊക്കെ ഇട്ടേക്കണ പോലെ വെറുതെ വന്നിരുന്നാണ്. ആ മര്യാദയ്ക്ക് ഇറങ്ങി പൊയ്ക്കപ്പെടുന്നത് അങ്ങനെ എന്നിട്ട് അപ്പം നമുക്ക് നമ്മളെ മേക്കപ്പ് വീഡിയോ സ്റ്റാർട്ടാക്കാം. ഒരു തട്ടിക്കുട്ട് മേക്കപ്പാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ പൊതുവെ മേക്കപ്പ് ഒന്നും യൂസ് ആക്കലില്ല. പുറത്തൊക്കെ ലിപ്സ്റ്റിക് ഇടും, സൺസ്ക്രീന്, മോയ്സ്ചറൈസർ എന്നല്ലാണ്ട് വേറെ മേക്കപ്പ് ഇട്ടിട്ട് ഫൗണ്ടേഷൻ ഇട്ടിട്ട് പോവുക, അങ്ങനെ ഞാൻ ചെയ്യലൊന്നുമില്ല. അപ്പം ഞാൻ ഇന്നൊക്കെ ഒരു ചെറുതായിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നിരുന്നപ്പം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒക്കെ തട്ടിക്കൂട്ട് സാധനങ്ങളാട്ടോ, നല്ല സാധനങ്ങളൊന്നുമല്ല. എൻ്റെ അടുത്ത് ഒരു പ്രോഡക്റ്റ് ഇല്ല. എൻ്റെ അടുത്തുള്ള ഒരു ചെറിയ ലോക്കൽ പ്രോഡക്റ്റ് വെച്ചിട്ട് ഞാൻ കാണിക്കുകയാണ്. അപ്പം നമുക്ക് സ്റ്റാർട്ടാക്കാം. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത് സിറാണ് കേട്ടോ. എൻ്റെ സിറത് എൻ്റെ ഡോക്ടർ എനിക്ക് റെക്കമെൻഡ് ചെയ്ത സിറാണ്. അപ്പോൾ ഈ സിറാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സിറ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അയ്യോ, സിറം തൂറ്റിപ്പോയി. ഇതിൻ്റെ മറ്റേ ഇതൊക്കെ ഉണ്ട്, പക്ഷെ ഞാനൊന്നും എടുത്തില്ല. ഇതിങ്ങനെ തന്നെ മതി. അപ്പം നമ്മൾ നന്നായി സിറം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യമായിട്ട്. ഞാൻ ഇതിലെടുക്കാനുള്ള മടി കൊണ്ട് സ്പ്രേ ചെയ്താൽ ഗൈസ്. മുഖത്ത് കുറേ പിഗ്മെൻറ്റേഷൻ, അതേപോലെ ഇവിടെ ഡാർക്ക് മാർക്കൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പോകാൻ വേണ്ടി ഡോക്ടർ എഴുതി തന്നെ സിറം. ഞാൻ അതാണ് യൂസ് ചെയ്തത്. ഇനി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ മോയ്സ്ചറൈസറാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മോയ്സ്ചറൈസർ ഈ ഡൗവിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ്. ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇവിടെ ഒരാൾ തെറ്റിയിരിക്കുന്നുണ്ട്. എന്നാ എൻ്റെ മുഖം കൊണ്ട തേച്ചൂടല്ലോ. അപ്പോൾ നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. നന്നായിട്ട് നമ്മൾ ഫേസിൽ മോയ്സ്ചറൈസറും കൊടുക്കുക. നമ്മൾ എപ്പോഴും മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് നന്നായി മോയ്സ്ചറൈസ് ചെയ്യണം. എന്നാലും നമ്മൾ മേക്കപ്പ് നല്ല വൃത്തിക്ക് കിട്ടുള്ളൂ. അതേപോലെ നമ്മൾ ഫേസിൽ നല്ല ഹെയർ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കിയിട്ട് നമ്മൾ എപ്പോഴും മേക്കപ്പ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ മേക്കപ്പ് നല്ല വൃത്തി ഉണ്ടാവും കാണാൻ. അല്ലാണ്ട് നമ്മൾ പിന്നെ ഈ ഹെയർ ഉണ്ടാകുമ്പോൾ നമ്മൾ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഒരു അട്ടിക്ക് നിൽക്കുന്ന പോലെ ഉണ്ടാവും, ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, അത് ശ്രദ്ധിക്കാൻ നോക്കുക. അപ്പോൾ നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മളെ ഫേസ് നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഇതായി, നല്ല സോഫ്റ്റായില്ലേ. ഇതിൻ്റെ കൂടെ എൻ്റെ എല്ലാ സാധനങ്ങളും കട്ടെടുക്കാൻ വേണ്ടി ഒന്നിരിക്കുകയാണ് ഗൈസ്. ഞാൻ എന്താ ചെയ്യണം ഒക്കെ ചെയ്യണം, അതിനൊന്നിരിക്കണം. അപ്പോൾ അടുത്ത് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ, കുറച്ചൊക്കെ തോനെടുത്തിക്കണ്. ഓവറായിട്ട് അട്ടിക്ക് നമ്മൾ സൺസ്ക്രീൻ കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും എന്താ പറയുക, നന്നായി ഡാബ് ചെയ്ത് ഇങ്ങനെ കൊടുക്കണം. ഇന്നത്തെ ഒരു ചൂടിൽ നമ്മൾ എന്താ പറയുക, സൺസ്ക്രീൻ നന്നായി കൊടുക്കണം. അതുപോലെ കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്യാം. പിന്നെ അതേപോലെ കയ്യിലും കാലിലൊക്കെ നമുക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ ഫേസിലാണ് മെയിനായിട്ട് കാണിക്കുന്നത്. എടി മതിയടി നീ തേച്ചത്. അപ്പോൾ സൺസ്ക്രീനും നമ്മൾ കൊടുത്ത് ഇനി ജസ്റ്റ് ഒക്കെ ഒന്ന് അബ്സോർവ് ആവട്ടെ. നമുക്ക് വെയിറ്റ് ആക്കാം. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പ്രൈമറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. എൻ്റെ കുഞ്ഞ് പ്രൈമറാണ് ഗൈസ്. പ്രൈമറൊന്നും ഇല്ല, ചെറിയ പ്രൈമർ വെച്ച് അഡ്ജസ്റ്റ് ആക്കണം. പക്ഷെ ഇതന്നെ മതി. അപ്പോൾ എന്നും മേക്കപ്പ് ഞാൻ എന്നൊന്നും മേക്കപ്പ് യൂസ് ചെയ്യില്ല. ഞാൻ കാണിച്ചിട്ടുണ്ട്. നമ്മൾ മെയിനായിട്ട് സ്വെറ്റ് ചെയ്യുന്ന ഏരിയാസിലാണ് നമ്മൾ പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇന്നെക്കാട്ടിയും കൂടുതൽ ഓൾക്കുവാണോ, ഞാൻ എന്ത് ചെയ്യും? ആ വെയിറ്റ് ചെയ്ത് തന്നിരിക്കുക എൻ്റെ കൂടെ. ഇത് ഇൻസൈറ്റിൻ്റെ പ്രൈമറാട്ടോ, ചെറുത്. ഞാനത് നല്ലതാണോ നോക്കാൻ വേണ്ടി വാങ്ങിയതിന്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഫൗണ്ടേഷനൊന്നും അങ്ങനെ യൂസ് ചെയ്യാത്ത കാരണം എനിക്ക് പ്രൈമറിൻ്റെ ആവശ്യം അധികമില്ല. അപ്പം ഇനി എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ യൂസ് ആക്കുമ്പോൾ എടുക്കാലോ വെച്ചിട്ട് വെച്ചത്. ഈ പ്രൈമറാണ് നമ്മൾ എന്താ പറയുക, ഫൗണ്ടേഷനൊക്കെ ഇടുമ്പോൾ മേക്കപ്പിൻ്റെ ബേസായിട്ട് കൊടുക്കുന്നത് പ്രൈമറാണ്. നന്നായി കൊടുക്കുക. അപ്പോൾ നല്ല എന്താ പറയുക, ലോങ് ലാസ്റ്റിംഗ് ഉണ്ടാവും. നല്ല പ്രൈമറൊക്കെ വാങ്ങാൻ നോക്കുക എല്ലാവരും. ഇതൊരു ലോക്കലാന്ന് തോന്നുന്നു, എന്നാലും കുഴപ്പമില്ല. നെക്സ്റ്റ് കളർ കറക്ഷൻ കൊടുക്കാൻ പോകണം. എനിക്കാണെങ്കിൽ കണ്ണിൻ്റെ ഈ ഏരിയയിലൊക്കെ നന്നായി ഡാർക്ക് കളർ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ നന്നായിട്ട് കൊടുക്കണം. എനിക്കിതിൻ്റെ ആവശ്യമില്ല, കാരണം ഇവിടെ മുഖം നോക്കുകയാണെങ്കിൽ നല്ല രസമില്ല കാണാൻ. ഒരു കറുപ്പൊന്നുമില്ലല്ലോ. എനിക്കാണ് ഇവിടെയൊക്കെ കറുപ്പ് കളറുണ്ട്, ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളോട് പറയുമ്പോൾ സുന്ദരിയാണ്, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുമായിരുന്നു. അപ്പം ഞാൻ ഈ കളർ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ കൊടുക്കാം. എനിക്ക് കറുപ്പൊന്നുമില്ല, ഇതല്ലേ സുന്ദരി അടി. ഇന്നാളോ എൻ്റെ ഇവിടെ കറുപ്പില്ലേ? എൻ്റെ അവിടെ ഇല്ലയോ? ഇല്ലടി,
അപ്പോൾ നമ്മളിവിടെ നന്നായിട്ട് കൊടുക്കുക. എൻ്റെ കണ്ണിൻ്റെ ഇവിടെയൊക്കെ നന്നായിട്ടുണ്ട്. എനിക്ക് മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ കണ്ണിൻ്റെ ഇവിടുത്തെ കറുപ്പ് കളർ. പിന്നെ ഇവിടെയൊക്കെ ചെറിയൊരു ഇടമുണ്ട്, അപ്പോൾ അവിടെ ജസ്റ്റ് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ബ്ലാക്ക് കളർ, അതുപോലെ പിമ്പിൾസ് വന്ന ഏരിയ, ഈ ബ്ലാക്ക് മാർക്ക് ഉണ്ടാവില്ല, ആ ഏരിയയിലൊക്കെ നമ്മൾ കൊടുക്കുക, നന്നായി കൊടുക്കുക. അപ്പോൾ കളർ കറക്ഷൻ കൊടുത്തു കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് നമ്മൾ കൺസീൽ ചെയ്യാൻ പോവാണ്. എൻ്റെ കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്ന റീകോഡിൻ്റെ ഒരു കൺസീലറാണ് എൻ്റെ കയ്യിലുള്ളത്. ഇത് ഞാൻ എൻ്റെ ബ്രദറിൻ്റെ കല്യാണത്തിനായിട്ട് വാങ്ങിയതാണ് ഗൈസ്. യൂസ് ചെയ്തിട്ട് തന്നെ ഇല്ല അധികം, കാരണം ഇത് ഭയങ്കര കട്ടിയാണ്. കട്ടി പെട്ടെന്ന് ഡ്രൈ ആവും. നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ ആ സമയത്ത് തന്നെ ഇത് കുറച്ച് കഴിയുമ്പോൾ വേഗം ഡ്രൈ ആകും. കാരണം ഞാൻ ഇതങ്ങനെ എടുക്കുകയില്ല. അപ്പോൾ നമ്മുടെ 2 ഐബ്രോസും നമ്മൾ നന്നായിട്ട് കൺസീൽ ചെയ്തെടുക്കാം. രണ്ട് ഐയും കൺസീൽ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഐബ്രോ രണ്ടൊന്ന് ലൈൻ ചെയ്തെടുത്ത് സെറ്റാക്കിക്കണേ. സെൻവൻ്റെ ഐബ്രോ ഇവിടെ ഞാൻ കൺസീൽ ചെയ്തെടുത്തിക്കണേ. ഇനി ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക, കാരണം അവൾക്ക് ഐബ്രോസ് അധികം ഇല്ലാത്ത നമുക്ക് ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കൊരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അങ്ങോട്ട് പോവാം. ആദ്യം നമുക്ക് എൻ്റെ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. 1 സെക്കൻഡ്. രണ്ട് ഐബ്രോ ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ടി കൊടുത്ത്, കട്ടിയല്ല ഒന്ന് ഡാർക്കായി കൊടുത്തിട്ടാ. അപ്പോൾ നമ്മളിവിടെ സെൻവൻ്റെ ഐബ്രോ സെറ്റാക്കി. സെൻവൻ്റെ ഐബ്രോ ഇനി നമ്മൾ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണേ. ഞങ്ങൾ രണ്ടാളും വേറെ ലുക്കാണ് ഐ മേക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒരു ലൈറ്റ് ഷെയ്ഡാണ് ഞാൻ ആദ്യം ഇവിടെ കൊടുക്കുന്നത് കേട്ടോ. ഒരു മേക്കപ്പിൽ ഹൈലൈറ്റ് ആക്കി നമ്മുടെ ഐസ് അല്ലേ, അപ്പോൾ ഐ മേക്കപ്പ് നമ്മൾ നല്ലപോലെ ചെയ്യണം. ഒരു ഇതൊക്കെ ഉണ്ടെങ്കിൽ സെറ്റായിരുന്നു. ഒരു എന്താ പറയുക, ലെൻസൊക്കെ ഉണ്ടെങ്കിൽ, ലെൻസ് ഇല്ല. ഒരു ലൈറ്റ് ഷെയ്ഡ് കൊടുത്ത് ഇനി നമ്മൾ ആ ലൈറ്റിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് കൊടുക്കാൻ പോവാണേ. ആ ലൈറ്റിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് തന്നെ ഇന്നർ കോർണറിൽ നിന്നാണ് നമ്മൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇങ്ങനെ സ്മഡ് ചെയ്തിട്ട് ഞാനൊരു ന്യൂഡ് ഷെയ്ഡാണ്, ഭയങ്കര ഹെവി ആയിട്ട് എന്താ പറയുക അല്ല, ഞാൻ ന്യൂഡാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഞാൻ പാർട്ടി ഒന്നല്ലല്ലോ, വെഡ്ഡിങ് ഒന്നല്ലല്ലോ, കാരണം ഞാൻ ന്യൂഡ് ഷെയ്ഡാണ് ഞാൻ നോക്കുന്നത്. പിന്നെ നമുക്ക് വേറൊരു ഡാർക്ക് ഷെയ്ഡ് കൊടുക്കാം. അങ്ങനെ 2-3 ഷെയ്ഡ് മിക്സ് ആക്കിയിട്ടാണ് ഇവിടെ ഐ മേക്കപ്പ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ സെൻവൻ്റെ ഐ മേക്കപ്പ് ഒരു വിധമായി. ഇനി നമുക്ക് ഐ ലൈൻ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് ഞങ്ങൾ. അപ്പോൾ ഐ ലൈൻ ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു എന്താ പറയുക, ഞാൻ ജസ്റ്റ് ഒരു ഡാസ്ലറിൻ്റെ ഈ ഐബ്രോ പെൻസിൽ വെച്ചിട്ടാണ് ഞാൻ ഐ ലൈൻ ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിലൊക്കെ ലൈൻ ചെയ്ത് വേദന. അപ്പോൾ ചെറുതായിട്ട് ഐ ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. സെൻവക്ക് ഐ ചെയ്യേണ്ടത് കൺമിഷ ഉണ്ട്. ചെറുതായിട്ട് ഞാൻ കണ്ണ് ഉള്ളിൽ ലൈൻ ചെയ്ത് അന്നെടുക്കല്ലേ. അപ്പം ഞങ്ങളുടെ ഐ മേക്കപ്പ് ഇവിടെ കംപ്ലീറ്റ് ആക്കി. സെൻവൻ്റെ കണ്ണ് കാണിച്ചു കൊടുത്താ. അപ്പം നമുക്കിനി നമ്മൾ ഫൗണ്ടേഷൻ കളക്കാൻ പോകണം. ഫൗണ്ടേഷൻ ഒന്നല്ല, ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ്. ഈ ഒരു കൺസീലറും അതുപോലെ ഈ ഒരു പോൺസും അതുപോലെ ഈ ഒരു ഫൗണ്ടേഷനും, ഇത് 3ഉം കൂടി മിക്സ് ആക്കി നമ്മൾ ഇടാൻ പോകുന്നത്. ഇത് സെൻവക്ക് എടുക്കും, ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മളിത് 3ഉം കൂടി മിക്സ് ആക്കിയിട്ടാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. എന്താണെന്നൊന്നും അറിയില്ല, നമുക്ക് നോക്കാം. അപ്പം നമ്മൾ 3ഉം കൂടി മിക്സ് ആക്കി ഇപ്പോൾ നമുക്കൊരു ഷെയ്ഡ് കിട്ടി. ആ ഷെയ്ഡ് ആദ്യം മേച്ച് ആവുമോ നോക്കാം. എൻ്റെ ഇത് ഓക്കെ, ഇതെനിക്ക് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ആണ്ടാ എൻ്റെ സ്കിന്നിൽ നന്നായി ചേരുന്നുണ്ട്. അപ്പം നമുക്കിത് മൊത്തത്തിൽ ഫിനിഷ് ആക്കിയിട്ട് കാണാം. നമ്മളെപ്പോഴും ഈ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആദ്യം ഒരു സ്ഥലത്തു നിന്ന് തുടങ്ങാം. ഈ ഒരു സ്ഥലത്തു നിന്ന് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ബാക്കി
സ്ഥലം നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ഈ ഒരു ഏരിയ നമ്മൾ ആദ്യം ഫിനിഷ് ആയി കൊടുക്കാൻ പോകുന്നത്. ഉണ്ടോ? നല്ല നല്ല ഫിനിഷിങ് ഉണ്ടല്ലേ, കുഴപ്പമൊന്നുമില്ല. ലോക്കൽ സാധനമാണെങ്കിലും കുഴപ്പമൊന്നുമില്ലാണ്ട് കിട്ടുന്നുണ്ട്. ലോക്കൽ അത്ര ലോക്കലൊന്നുമല്ല, കൺസിഡറിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്. ബാക്കി സാധനങ്ങളൊക്കെ ലോക്കലാണ്. അപ്പോൾ നമ്മളത് ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോർഷൻ കണ്ട കളർ കറക്ഷനും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു പോർഷൻ സെറ്റായി അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പോർഷൻ അതുപോലെ സെറ്റാക്കാം. അപ്പം നമ്മളിവിടെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് സെൻമ എനിക്ക് കുറച്ച് നീച്ചിട്ട് കാണിച്ചു കൊടുത്താൽ എന്താ സെൻമ ഞാനും ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്ത് ഇനി എൻ്റെ ഐ മേക്കപ്പ് കംപ്ലീറ്റ് ആക്കിയില്ല. സെൻമേൻ്റെ ഐ മേക്കപ്പ് കംപ്ലീറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഐ മേക്കപ്പ് ഒന്നും കൂടെ ഒരു ചെറുതായിട്ടൊരു ഷിമ്മറി ഷെയ്ഡ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഐലൈനർ എഴുതാം, എന്നിട്ട് മസ്കാര ഇടാം, എന്നിട്ട് കാണാം കേട്ടോ എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ നമ്മളെ ഫേസ് ഒന്ന് പൗഡർ സെറ്റ് ചെയ്യാം കേട്ടോ. നല്ല ഇതുണ്ട്, വെളിച്ചമുള്ള കാരണം നന്നായി ക്ലിയറായി കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പൗഡർ സെറ്റിങ് ചെയ്ത് കഴിഞ്ഞു. സെൻമേൻ്റെ പൗഡർ സെറ്റ് ചെയ്ത് ഇങ്ങോട്ട് വാ. അപ്പോൾ നമ്മൾ സെൻമേൻ്റെ ഫേസ് ഇവിടെ പൗഡർ സെറ്റ് ചെയ്യുന്നുണ്ട്. ചെറുതായിട്ട് നമ്മൾ പൗഡർ സെറ്റ് ചെയ്യുന്നുള്ളൂ. ഇനി നമ്മൾ നെക്സ്റ്റ് നമ്മൾ ബ്ലഷ് ഇടാൻ പോവാണ്. ലിക്വിഡ് ബ്ലഷ് ഉണ്ട്. എൻ്റെ കയ്യിലൊരു ലിപ്സ്റ്റിക് ഉണ്ട്. ഈ ലിപ്സ്റ്റിക്കാണ് നമ്മൾ ബ്ലഷ് ആക്കി യൂസ് ആക്കാൻ പോകുന്നത് കേട്ടോ ഇവിടെ. അപ്പം നമ്മളത് കുറച്ചെടുത്തിട്ട് ഞങ്ങൾ എടുത്തിട്ട് കുറച്ച് കൈമേലാക്കലാണ് ഞാൻ ആദ്യം. കുറച്ചിങ്ങനെ കയ്യിലാക്കും. എന്നതിൻ്റെ ശേഷം ബ്ലഷ് ആക്കി അപ്ലൈ ആക്കും. തട്ടിക്കൂട്ട് വരുമ്പോൾ കാണൂ ഗൈസ്, കാണൂ. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ നന്നായിട്ട് നന്നായി സ്മെഡ് ചെയ്ത് കൊടുക്കുക. കണ്ട നല്ലൊരു ഷെയ്ഡാണ്. നല്ലൊരു ഷെയ്ഡ് വെച്ചാൽ നല്ല ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും ഇത് കാണാൻ. അപ്പോൾ ഇതൊരു ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ഞാൻ ഇതൊരു അപ്പോൾ എന്തായാലും ഈ കളർ ലിപ്സ്റ്റിക്ക് നമ്മൾ യൂസ് ആക്കുമല്ലോ. അപ്പോൾ ഞങ്ങൾ ഇത് ബ്ലഷാക്കി യൂസ് ആക്കാമെന്നുള്ള ലെവലിൽ ഇത് ബ്ലഷാക്കി. അപ്പോൾ ഞങ്ങൾ രണ്ടാളുള്ള ബ്ലഷൊക്കെ ഇട്ട് സെൻമനെ കാണാൻ ഗൈസ് നല്ല ഭംഗിയുണ്ട്, സുന്ദരിയായിരിക്കുന്നു. അപ്പം ഞങ്ങൾ നെക്സ്റ്റ് ജസ്റ്റ് ഒരു കൗണ്ടോർ ജസ്റ്റ് ആയിട്ട് ചെറുതായിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കും. എനിക്ക് കൗണ്ടോറിൻ്റെ ആവശ്യമൊന്നുമില്ല, കാരണം ഞാൻ ഓൾറെഡി എൻ്റെ മുഖമൊന്നും എനിക്കില്ല, കവളൊന്നും ഇല്ല. അത് കാരണം ഞാൻ കൗണ്ടൂർ കൊടുക്കണോ കൊടുക്കണ്ടേ, ചെറുതായിട്ടൊക്കെ കൊടുക്കല്ലേ. അവൾ കൊടുക്കോൾ കവളിടാത്ത, അപ്പം ഓൾ കൗണ്ടർ കൊടുക്കാം. അപ്പം നമ്മളിവിടെ ലിപ്പ് ലൈൻ ചെയ്യാൻ എൻ്റെ അടുത്തൊരു ലിപ്പ് ലൈനർ എൻ്റെ കയ്യിലില്ലാത്ത കാരണം ഞാൻ ഡാർക്ക് ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് എടുത്തിട്ട് അതായിട്ട് ലൈൻ ചെയ്യാൻ പോവാട്ടോ. എങ്ങനെ എന്താവും നോക്കാം, ട്രൈ ചെയ്യാൻ മക്കളെ, ട്രൈ ചെയ്യണം. ഒരു ന്യൂഡ് ഷെയ്ഡാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ന്യൂഡ് റെഡ് അല്ല, ഒരു ന്യൂഡ് കളറാണ്. അപ്പം നമുക്ക് എന്തൊന്നും അറിയില്ല, പണി പാളോന്നും അറിയില്ല, ഒന്നും അറിയില്ല. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം, രസമുണ്ടോ ഇല്ലേ നോക്കാം. ഓക്കെ, അപ്പം നമ്മളെടുത്ത ലിപ്സ്റ്റിക്ക് കാണിച്ചു തരാം. ഈ ലൈൻ ചെയ്ത് ഒന്നും കൂടി സെറ്റാകട്ടെ. ഇതാണ് നമ്മളെടുത്തൊരു ലിപ്സ്റ്റിക്ക്. ഇത് മേക്കപ്പ് ഒന്നും ഇല്ലാണ്ട് എനിക്ക് ഒരിക്കലും ഇത് സൂട്ടാവില്ല. എൻ്റെ കളറിന് ഇത് ഒരിക്കലും മാച്ച് ആവലില്ല. പക്ഷേ നമ്മൾ കുറച്ചൊരു മേക്കപ്പൊക്കെ ഉണ്ടല്ലോ ഇപ്പം. എന്താ പാട് നോക്കാം നമുക്ക്. എന്തായാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഒരു ന്യൂഡ് ഷെയ്ഡായി ഗൈസ്. 88 നമ്മൾ വിജയിച്ചിരിക്കുന്നു. ഇവിടെ നമ്മുടെ പരീക്ഷണം വിജയിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ഇതാണ്. എങ്ങനെയുണ്ട് ലിപ്സ്റ്റിക്ക്? ബോറില്ലല്ലോ, ഭംഗിയില്ല. ഇതാണ് നമ്മുടെ മേക്കപ്പിൻ്റെ ഫൈനൽ ലുക്കാണിത്. ഒരു ഓവർ മേക്കപ്പ് തോന്നുന്നുണ്ടോ? സെൻമ വാ, സെൻമൻ്റെ കാണിച്ചു കൊടുക്ക്.
അപ്പം ഞങ്ങൾ ലാസ്റ്റ് ഫൈനൽ ലുക്കാണ് ഗൈസ്. ഞങ്ങൾ ഹെയർ ഒന്ന് സെറ്റാക്കാം. നമ്മൾ ഇവിടെ ഒരു ഹൈലൈറ്റ്, ഒരു ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അടുത്തൊരു റീകോഡിൻ്റെ ഒരു സ്ട്രോപ്പ് ക്രീം ഉണ്ട്. ജസ്റ്റ് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഈ സ്ട്രോപ്പ് ക്രീം ജസ്റ്റ് കൈ വെച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇതാക്കി കൊടുക്കുക നമ്മൾ ചെയ്യുന്നത്. ഇതൊക്കെയാണ് എൻ്റെ മേക്കപ്പിൻ്റെ തട്ടിക്കൂട്ടുകൾ. ഇതാ മക്കളെ, വെഡ്ഡിങ് ഒക്കെ ഉണ്ടാവുമ്പോൾ എങ്ങനെ ചെയ്യാറ്, സിമ്പിളായിട്ട്. അപ്പോൾ നമ്മുടെ മേക്കപ്പ് ഇട്ട് കംപ്ലീറ്റ് ആയിരിക്കും. നമുക്ക് സെറ്റിംഗ് സ്പ്രേ, നമ്മളെ ഫേസ് ഒന്ന് മേക്കപ്പ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി സെറ്റിംഗ് സ്പ്രേ അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്, എല്ലാവർക്കും ഇഷ്ടമാവില്ല എന്നുള്ള കമൻറ്റ് ചെയ്യുക. ഓവർ അയക്കുന്നോ അതോ ബോറുണ്ടോ എന്നൊക്കെ പറയട്ടെ ഗൈസ്. ഞാനൊരു സിമ്പിൾ മേക്കപ്പ് ഞാൻ ഉദ്ദേശിച്ചത്, ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെറുതായിട്ടൊരു മേക്കപ്പ് ഇട്ട് അത് നിങ്ങൾ കാണിച്ചതെന്ന് വിചാരിച്ച് കുറച്ച് പരീക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിൽ. അപ്പോൾ അതൊക്കെ വിജയിച്ചിരിക്കുന്ന, ഒന്നും പാളിയിട്ടൊന്നുമില്ല. അപ്പോൾ ഓക്കെ, ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, സീ യു ഗൈസ് നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.